ഹലോ, ഇന്ന് ഞാൻ എൻ്റെ ചെറിയൊരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. അതിൽ തന്നെ എല്ലാം ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണെന്ന് ഓർമ്മ കിട്ടണമില്ല കേട്ടോ. അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ചോറൊക്കെ ഞാൻ വാർത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ കറിയായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ചായ കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് ചായയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ എടുക്കുന്നുള്ളത്. ബാക്കി പിള്ളേർക്കുള്ളതൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ചപ്പാത്തി ഒന്ന് ആസ്വദിച്ച് നിന്നിട്ടാണ് പിന്നെ ചപ്പാത്തി പരത്തുന്ന പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് സമാധാനപരമായിട്ടാണ് കേട്ടോ ഞാൻ നിന്ന് പരത്തുന്നത്. പക്ഷേ അതിനെനിക്ക് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റുമേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഇതാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തത്. അത്ര വലിയ ഷേപ്പൊന്നുമില്ല. പിന്നെ ഏകദേശം ഒന്ന് ഒപ്പിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ചപ്പാത്തി പരത്തുന്ന കാര്യം ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 കൂട്ടം കറിയും വെച്ച് ചോറും വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ ചോറും വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സിമ്പിളാണ്. പക്ഷേ ഈ ചപ്പാത്തി പരത്തുക എന്ന് വെച്ചാൽ നിസ്സാര പണിയുള്ളൂ. പക്ഷേ എനിക്കത് പാടായിട്ടാണ് കേട്ടോ എപ്പോഴും തോന്നാറുള്ളത്. എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കൊച്ചിനെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചുവാരലും തുണി വിരിച്ചിടലൊക്കെ ചെയ്യുന്നത്. ഏകദേശം അന്നേരത്തേന് എൻ്റെ പണിയെല്ലാം തീരുമെങ്കിലും പുറമേ നിന്ന് നോക്കുന്നവർക്ക് പണിയൊക്കെ തീർന്നതായിട്ട് തോന്നുമെങ്കിലും ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു പണി ഇല്ലാതെ ഏതോ സിനിമയിലെ ഡയലോഗില്ലേ അതേപോലെയാണ് കേട്ടോ അവസ്ഥ. പണിയൊന്നും കാണാനും ഇല്ല, എന്ന് എപ്പോൾ നോക്കിയാലും പണിയാണ് കേട്ടോ. പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് തലേദിവസം അലക്കിയിട്ടിട്ടുള്ളൊരു കുറച്ച് തുണി ഉണ്ടായിരുന്നേ, അതൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കാണ് കേട്ടോ ഉണങ്ങിക്കിടന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്നും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.